അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സംഘപരിവാർ വർഗീയതയ്ക്കെതിരെയും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും മുദ്രാവാക്യമുയർത്തിയാണ് ജാഥ. ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്ന്. ആന്റണി, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ചുമതലയേറ്റ ശേഷം നയിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിരോധ ജാഥയാണ് ഇന്ന് കാസർഗോഡ് തുടക്കമാവുന്നത്. എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ? അൻസില, CPM സംസ്ഥാന സെക്രട്ടറിയായി MV ഗോവിന്ദൻ ചുമതലയേറ്റ ശേഷം അദ്ദേഹം ആദ്യമായി ഒരു ജാഥ സംഘടിപ്പിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നിലപാടുകൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയുള്ള ജാഥയാണ് അത് നടത്തുന്നത്. ജനകീയ പ്രതിരോധ ജാഥ എന്നാണ് ഈ ജാഥയ്ക്ക് പേരിട്ടിരിക്കുന്നത്. ജാഥ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് തുടക്കം. മുഖ്യമന്ത്രി പിണറായി വിജയൻ കുമ്പളയിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാനത്തെ 140 നിയമസഭാ മണ്ഡലങ്ങളിലൂടെയും ജാഥ കടന്നു പോകും. ഈ ജാഥ കടന്നു പോകുന്ന എല്ലാ മണ്ഡലങ്ങളിലും ആ മേഖലയിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തികളായി ഈ CPM സംസ്ഥാന സെക്രട്ടറി കൂടിക്കാഴ്ച നടത്തും. അതുപോലെ തന്നെ വലിയ ഒരു മാറ്റം കൂടിയാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് അടുത്ത വർഷം വരാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി വലിയ മുന്നൊരുക്കങ്ങളുടെ ഒരു ഭാഗം കൂടിയാണ് ഈ ജാഥ എന്ന് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഇനി മുന്നിലുള്ള ആ ഒരു യാത്രയ്ക്ക് സമയമുണ്ടോ എന്നുള്ള കാര്യം ചോദ്യമാണ്. ഏതായാലും വലിയ ആ ഒരു ഒരുക്കത്തിനുള്ള ഒരു മുന്നൊരുക്കം കൂടിയാണ് ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ ജാഥ. പ്രധാനമായും കേന്ദ്രത്തിനെതിരെ ഉള്ള ഈ കേന്ദ്രത്തിന്റെ നിലപാടുകൾ, നയങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അതാണ് യാത്രയുടെ ഏറ്റവും വലിയ മുദ്രാവാക്യം. ഏതായാലും വൈകിട്ട് 5 മണിക്ക് ജാഥ ആരംഭിക്കും. കാസർഗോഡ് നിന്ന് 18-നാണ് തിരുവനന്തപുരത്ത് ജാഥ സമാപിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള വിവാദങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്തു കൂടിയാണ് ജാഥ എന്നുള്ളത്. ഈ CPM സംസ്ഥാന സെക്രട്ടറിയുടെ യാത്ര എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ബജറ്റിലെ നികുതി വർധനവ് ഉൾപ്പെടെ ആ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ കത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഈ തില്ലങ്കേരി വിവാദം വലിയ രീതിയിൽ തന്നെ ഉയരുന്നുണ്ട് പാർട്ടിയിൽ. അതും പാർട്ടിയെ, കണ്ണൂരിൽ ഉൾപ്പെടെ പാർട്ടി വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ കൂടിയാണ് CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന ജാഥ കടന്നു വരുന്നത് എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സർക്കാരിന്റെ ബജറ്റിലെ നികുതി വർധനവ്, അതോടൊപ്പം തന്നെ CPM ഇപ്പോൾ വലിയ പ്രതിരോധത്തിലാണ് തില്ലങ്കേരി വിഷയത്തിലൊക്കെ. അപ്പോൾ ഇത്തരത്തിലൊരു ജാഥ അത് സർക്കാരിന്റെയും CPM-ന്റെയും മുഖച്ഛായയ്ക്ക് മാറ്റം വരുത്തുക എന്നൊരു ലക്ഷ്യം കൂടെ ഇതിന് പിന്നിലില്ലേ? തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ഈ ജാഥ മുന്നോട്ട് പോവുക. ഇന്നലെ തന്നെ ജാഥ ആരംഭിക്കുന്നതിന് തൊട്ട് മുന്നോടിയായി CPM സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഈ നികുതി വർധന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കുറവുണ്ടാവുകയില്ല എന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന് ഉൾപ്പെടെ രൂക്ഷമായ രീതിയിൽ വിമർശിക്കുന്നുണ്ട് അദ്ദേഹം. അത്തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ വിലവർധനവ് അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധിയുടെ സാഹചര്യം എന്താണ്, ഈ നികുതി വർധനവിന്റെ സാഹചര്യം എന്താണ് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ കാര്യങ്ങളിൽ വിശദീകരണം ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ്. പാർട്ടിയെ സംബന്ധിച്ച് ഇതൊരു വലിയൊരു മാറ്റത്തിന്റെ തുടക്കം കൂടിയാണ് എന്നുള്ളതും. അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ഇനി കുറച്ച് മാസങ്ങളാണ്, അടുത്ത വർഷമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു ഒരുക്കമാണ്. എല്ലാ മണ്ഡലങ്ങളിലൂടെയും കടന്ന് ആ മേഖലയിലൂടെയുള്ള ഒരു യാത്ര എന്നുള്ളത് തന്നെയാണ്. ഒരു വർഷം മുമ്പ് തന്നെ ആ പ്രചരണത്തിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളതും ഈ യാത്രയുടെ പ്രത്യേകതയാണ്. ഏതായാലും യാത്ര ആരംഭിക്കുന്നുണ്ട്. അതേസമയം ഈ കണ്ണൂരിൽ യാത്ര പ്രവേശിക്കുന്നതിന് മുമ്പ് തില്ലങ്കേരി വിവാദം അവസാനിപ്പിക്കണം എന്നൊരു നിർദ്ദേശം കൂടി CPM നൽകിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ വിവാദം കൂടി അവസാനിച്ച് ഇപ്പോൾ നിൽക്കുന്ന ആരോപണങ്ങളെല്ലാം ഈ യാത്രയോടുകൂടി സർക്കാരിന് അത് മാറ്റുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി യാത്രയുടെ ഭാഗമാണ്. ഏതായാലും ഇന്ന് വൈകുന്നേരമാണ് യാത്ര ആരംഭിക്കുന്നത്. 18-ന് യാത്ര തിരുവനന്തപുരത്ത് സമാപിക്കും. അൻസില. വ്യക്തമാണ് ആന്റണി. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന ജനകീയ പ്രതിരോധ ജാഥയ്ക്ക് ഇന്ന് കാസർഗോഡ് തുടക്കമാകും. വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ജാഥ ഉദ്ഘാടനം ചെയ്യുക. സംഘപരിവാർ വർഗീയതയ്ക്കെതിരെയും കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെയും മുദ്രാവാക്യം ഉയർത്തിയാണ് ഇത്തരത്തിലുള്ള ജാഥ സംഘടിപ്പിക്കുന്നത്. ആന്റണി ജിസ്റ്റോർജ് ആണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.